പ്രൈസ് ദ ലോർഡ്. ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 51 സങ്കീർത്തനം 12 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. രക്ഷയുടെ സന്തോഷവും മനസ്സൊരുക്കവും. ഇന്ന് നാം പരിശോധിക്കുമ്പോൾ ആത്മീക ജീവിതത്തിൽ മനസ്സൊരുക്കത്തിൻ്റെ ഒരു കുറവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുൻപോട്ട് നടത്തുന്നത് നമ്മുടെ മനസ്സാണ്. പ്രവർത്തിക്കുന്നതിന്, ചിന്തിക്കുന്നതിന്, യാത്ര ചെയ്യുന്നതിന്, പഠിക്കുന്നതിന്, പ്രസംഗിക്കുന്നതിന്, ക്രമീകരിക്കുന്നതിന് എല്ലാറ്റിനും മുൻപിൽ നിൽക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മെ മുൻപോട്ട് നടത്തുന്നതിന് മനസ്സ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്, ഉപവാസ പ്രാർത്ഥനയ്ക്ക്, വിശുദ്ധ ജീവിതം നയിക്കുന്നതിന്, നന്മ ചെയ്യുന്നതിന് ഒക്കെ മനസ്സ് ഒരു പ്രധാന ഘടകമാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ പ്രാർത്ഥന, ആരാധന, ക്രിസ്തീയ ജീവിതം ഒക്കെ കേവലം ഒരു ചടങ്ങ് മാത്രമായിരിക്കും. ഒരു നിർവികാര്യത നമ്മിൽ ഉടലെടുക്കും. ജീവനില്ലാത്ത, വേദനയില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത ഒരവസ്ഥ. അതിൽ നിന്നൊക്കെ നമ്മെ ഒരുക്കത്തിലേക്ക്, പുതുക്കത്തിലേക്ക്, സമർപ്പണത്തിലേക്ക്, അനുതാപത്തിലേക്ക്, ചൈതന്യത്തിലേക്ക് നമ്മെ നടത്തുന്നത്, മനസ്സിനെ ഒരുക്കുന്നത്, പാകപ്പെടുത്തുന്നത്, ചിട്ടപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതെ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മിൽ ക്രിയ ചെയ്യുമ്പോൾ ഒരുക്കമുള്ള മനസ്സായി രൂപാന്തരപ്പെടുവാനിടയായിത്തീരും. ഒരുക്കമുള്ള മനസ്സിലാണ് രക്ഷയുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. ആയതിനാൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമ്മൾക്കും പറയുവാനിടയായിത്തീരട്ടെ: നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.